നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. അങ്ങനെ ഒരു ഓണക്കാലം എത്തിയിരിക്കുകയാണ്. ഓണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, സന്തോഷത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയൊക്കെ ദിനങ്ങളാണ്. ബന്ധുക്കളെല്ലാം ഒത്തുകൂടുന്നു, കൂട്ടുകാരും കുട്ടികളെല്ലാം ഒന്നിച്ചു കൂടുന്ന ഒരു സമയം. നമ്മൾ ഒരുമിച്ച് സദ്യ ഉണ്ടാക്കുന്നു, സദ്യ കഴിക്കുന്നു, കുട്ടികളുടെ പരിപാടികൾ, അങ്ങനെ എല്ലാം കൊണ്ടും സന്തോഷം നിറഞ്ഞ കുറച്ച് ദിനങ്ങളാണിത്. അപ്പോൾ നമ്മുടെ പൂവത്തൂർ കൂട്ടായ്മ തുടങ്ങിയിട്ട് ഉള്ള ആദ്യത്തെ ഓണമാണ് ഞങ്ങളുടെ. അപ്പോൾ വെർച്വൽ ഓണമായതിനാൽ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവർക്കെല്ലാവർക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എല്ലാവരുടെയും സഹകരണവും പ്രോത്സാഹനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആദ്യമായി പ്രാർത്ഥന ഉണ്ണികൃഷ്ണൻ്റെ ഒരു പ്രാർത്ഥനാ ഗീതം വച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. രാമനന്നു ബ്രോവരാ, രാമനന്നു ബ്രോവരാ, രാമനന്നു ബ്രോവരാ, രാമനന്നു ബ്രോവരാ, രാമനന്നു ബ്രോവരാ, ప్రేమతో లోకభి రామనను బ్రోవరా, ప్రేమతో లోకభి రామనను బ్రోవరా. చీమలో బ్రహ్మలో, చీమలో బ్రహ్మలో, చీమలో బ్రహ్మలో, చీమలో బ్రహ్మలో, చీమలో బ్రహ్మలో, శివకేశ వాదులలో, చీమలో బ్రహ్మలో, శివకేశ వాదులలో, బ్రహ్మమీర మెలగసుండే, బ్రహ్మమీర మెలగసుండే, బ్రహ్మమీర మెలగసుండే, బ్రహ్మమీర మెలగసుండే, విను ధ్రువహించిన సీదా, బ్రహ్మమీర మెలగసుండే, విను ధ్రువహించిన సీదా, రామనను బ్రోవరా, ప్రేమతో లోగభి రామనను బ్రోవరా. మెప్పులకై కనతావున పూపడగ తీరవీగి, మెప్పులకై కనతావున పూపడగ తీరవీగి, మెప్పులకై కనతావున పూపడగ వీరవీగి, తప్పు పనులు లేగయుండే, తప్పు పనులు లేగయుండే, తప్పు పనులు లేగయుండే, తప్పు పనులు లేగయుండే, త్యాగరాజ వినుద సీదా, తప్పు పనులు లేగయుండే,
സീതാ രാമനു ബ്രോവര പ്രേമ തോലോകഭീ രാമനന്നു ബ്രോവര നന്ദി. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പുത്തൂർ കൂട്ടായ്മയുടെ രണ്ടാമത്തെ മീറ്റിംഗാണ് ഇപ്പം നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ ജൂണിലാണ് ഇത് തുടക്കമിട്ടത്. അത് തിരുവനന്തപുരത്ത് ചേർന്ന് അതിൻ്റെ ഉദ്ഘാടനവും മറ്റൊന്നും നടന്നു. അത് വളരെ വിജയമായിരുന്നു. ഈ വർഷവും അതേമാതിരി നമ്മൾ വളരെ സഹകരണത്തോടുകൂടി പ്രവർത്തിക്കുകയും ഈ സമൂഹത്തിൻ്റെ ഈ വിശ്വകർമ്മ കൂട്ടായ്മയുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. പരസ്പര സഹായം, ഒരാൾക്കൊരാവത്ത് വന്നവരെ സഹായിക്കണം. എവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും കൂട്ടായിട്ട് നിന്ന് പൊരുതി ജയിക്കണം. ആരുടെയും വേറെ മറ്റുള്ള ബാഹ്യശക്തികളുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതെ നാം ഒറ്റക്കെട്ടായി വലിയവനെന്നോ ചെറിയവനെന്നോ പണമുണ്ടെന്നോ പണമില്ലാന്നോ ഒന്നുമില്ലാതെ നമ്മൾ പ്രവർത്തിക്കണം. പിന്നെ നമുക്ക് സാമ്പത്തികമായിട്ട് ഒരാൾ എന്തെങ്കിലും താരുകയാണെങ്കിൽ അവരെ സഹായിക്കണം. നമ്മളെ ഉള്ള സമ്പത്ത് കൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് നേടുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങളൊക്കെ ചെയ്യണം. ഇതൊരു വലിയ ഒരു കൂട്ടായ്മയായി ഉയരട്ടെ. എല്ലാവർക്കും നന്മ വരുത്തക്ക ഗുണം പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതോടനുബന്ധിച്ച് ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഈ വർഷത്തെ ഓണാഘോഷത്തിന് സംബന്ധിച്ചാണ്. ഈ ഓണാഘോഷം ഇതിനെല്ലാ ആശംസകളും അർപ്പിക്കുന്നതോടൊപ്പം എല്ലാവരും കൂട്ടായ്മയോടെ പ്രവർത്തിക്കണം. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഓണാഘോഷത്തെ കൂട്ടി പ്രവർത്തനം എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും. തിരുവാതിരകളിയില്ലാതെ എന്ത് ഓണാഘോഷം? മലയാളിയുടെ ഏത് ആഘോഷത്തിലും കടന്നു വരുന്ന ഒന്നാണ് തിരുവാതിരകളി. സ്ത്രീകളുടെ കൂട്ടായ്മയായി നാടെങ്ങും അവതരിക്കപ്പെടുന്നു. ഓണാഘോഷങ്ങളുടെ ഒഴിച്ചുകൂടാനാവാത്ത ഇനം കൂടിയാണിത്. ഇതാ നമ്മുടെ പൂവത്തൂർ കുടുംബത്തിൽ നിന്നും ഒരു കിടിലൻ തിരുവാതിരകളി കാണാം. പാർവതി
ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പലഹാരമാണ് കായ വറുത്തത്. സ്വന്തം തൊടിയിലെ കായ കൊണ്ട് ഉപ്പേരി തയ്യാറാക്കുന്നു നമ്മുടെ സ്വന്തം ഗീതാൻഡി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാം. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാം. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂക്കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ ഉല്ലാക്കുഴൽ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇതാ ജെൻ4ൽ നിന്നും ചങ്ങന്നൂരിന്റെ പൊന്നാമന സാത്വിക്കിന്റെ ഒരു കിടിലൻ രംഗണ്ണൻ. ടാ 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 ടാ. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. കാനഡയിൽ നിന്നും ഒരു തകർപ്പൻ ഓണപ്പാട്ടുമായി എത്തുന്നു നമ്മുടെ അപ്പുണ്ണി. ആലായ തര വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. ആലായ തര വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം, കുളിച്ചു ചെന്നാകാൻ പൂക്കാൻ ചന്ദന വേണം. ആലായ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. പൂവായാൽ മണം വേണം, പൂമാനായാൽ ഗുണം വേണം. പൂവായാൽ മണം വേണം, പൂമാനായാൽ ഗുണം വേണം. പൂമാനി മകളായ അടക്കം വേണം. നാടായ നൃപൻ വേണം, അരികെ മന്ത്രിമാർ വേണം. നാടായ നൃപൻ വേണം, അരികെ മന്ത്രിമാർ വേണം. നാടുന്ന ഗുണമുള്ള പ്രജകൾ വേണം.
യുദ്ധത്തിങ്കൽ രാമനല്ലു കുളത്തിങ്കൽ സീത തല്ലു യുദ്ധത്തിങ്കൽ രാമനല്ലു കുളത്തിങ്കൽ സീത തല്ലു ഊരക്കനോ ഉപേക്ഷിപ്പാൻ ലക്ഷ്മണനല്ലു പടയ്ക്കു ഭരതനല്ലു പറവൻ തൈകിളിനല്ലു പടയ്ക്കു ഭരതനല്ലു പറവൻ തൈകിളിനല്ലു പടക്കുന്നത് പക്ഷികൾ കരുടനല്ലോ ആലായാൽ തറ വേണം അടുത്തൊരമ്പലം വേണം ആലിനു ചേർന്നൊരു കുളവും വേണം. ഉറച്ചു പറ എല്ലാവർക്കും ഹാപ്പിയാണോ? എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. ഇനി നമുക്ക് കിങ്ങിണിയുടെയും കുഞ്ഞാറ്റയുടെയും ഒരു അടിപൊളി ഡാൻസ് പെർഫോമൻസ് ആസ്വദിക്കാം. Hello everyone. Happy Onam to all the family members from my side. ഓണം എന്നാൽ സന്തോഷമാണ്, ആവേശമാണ്, ഐശ്വര്യമാണ്. അതിൻ്റെ ആഘോഷങ്ങൾ നമ്മെ ഒരു വർഷത്തേക്ക് മുന്നോട്ട് നയിക്കുന്നു. പുതുതലമുറയ്ക്കായി ഓണത്തെപ്പറ്റി ഒരു ചെറു വിവരണം നൽകുന്നു പ്രാർത്ഥനയും പാർത്ഥസാരഥിയും. നമസ്കാരം. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും മറ്റൊരു ഓണക്കാലം കൂടി വരവായി. ഓണം കേരളത്തിന്റെ ഏറ്റവും വലിയ ഉത്സവമാണ്. ഓണം എല്ലാ മലയാളികളും ആഘോഷിക്കുന്ന പ്രധാന ഉത്സവം കൂടിയാണ്. കേരളമാകെ ജാതിമത ഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന ഉത്സവം കൂടിയാണ് ഓണാഘോഷം. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തായുകാനാൻ കുളിർക്കാറ്റിൽ കുഞ്ഞിക്കൈകൾ ഓണവില്ലൂഞ്ഞാലാടും വണ്ണാത്തിക്കിളിയെ നിന്നെ പൂൽക്കാനായി കൊതിയൂരും മാറിക്കാറ്റും ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തായുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ ഓണവില്ലൂഞ്ഞാലാടും വണ്ണാത്തിക്കിളിയെ നിന്നെ പൂൽക്കാനായി കൊതിയൂരും മാറിക്കാറ്റും. ചിങ്ങമാസത്തിൽ അത്തം മുതൽ 10 ദിവസമാണ് മലയാളികളുടെ ഓണാഘോഷം. അത്തം 10 പൊന്നോണം, തിരുവോണ നാളിലാണ് പ്രധാന ആഘോഷം. തിരുവോണ നാളിലൻ മുറ്റത്ത് പൊന്നൂഞ്ഞാലാടുന്ന നേരത്ത് മന്ദാരപ്പൂന്തേനും കൊണ്ട് പുന്നാരത്തുമ്പി വന്നേ. തിരുവോണ നാളിലൻ മുറ്റത്ത് പൊന്നൂഞ്ഞാലാടുന്ന നേരത്ത് മന്ദാരപ്പൂന്തേനും കൊണ്ട് പുന്നാരത്തുമ്പി വന്നേ. മഹാബലിയുടെ വരവേൽപ്പിന്റെ ഓർമ്മകളാണ് ഓണത്തിന്റെ ഐതിഹ്യങ്ങളിൽ പ്രധാനം. കേരളം വാണ നീതിമാനായ രാജാവ് മഹാബലി തന്റെ പ്രജകളെ കാണാനെത്തുന്ന ദിനമാണ് തിരുവോണം എന്നാണ് ഐതിഹ്യം. നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തൊന്നാർക്കോ മുട്ടിന്നു ദാനം. കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം. അതൊക്കെ പണ്ട്. കള്ളം പറയും ചെറുനാഴി
കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. പൂക്കളം, വള്ളംകളി, ഓണസദ്യ എന്നിവ ഓണക്കാലത്തിന്റെ പ്രധാന പ്രത്യേകതകളാണ്. ഓരോ ദിവസവും നാം പുതിയ രീതിയിലുള്ള പണികളിലൂടെ പൂക്കളങ്ങൾ അലങ്കരിക്കുന്നു. കുട്ടനാടൻ പുഞ്ചയിലേറിത്തോ കൊച്ചു പെണ്ണെ കുയിലാളേറിത്തിത്താരാതേ കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം, ഓരിത്തിത്താരാരിത്തിത്തൈതകതൈതോ കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാൾ കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം, ഓരിത്തിത്താരാരിത്തിത്തൈതകതൈതോ വരവേൽക്കാനാളു വേണം, കൊടി തോരാനങ്ങൾ വേണം, വിജയ ശ്രീരാളിതരായി വരുന്നു ഞങ്ങൾ. ഓരിത്തിത്താരാരിത്തിത്തൈതകതൈതോ കറുത്ത ചിറകു വെച്ചാര എന്ന കിളി പോലെ കുതിച്ചു കുതിച്ചു പായും കുതിര പോലെ. ഓരിത്തിത്താരാരിത്തിത്തൈതകതൈതോ ഓണം എല്ലായ്പ്പോഴും കുടുംബങ്ങളെ ചേർക്കുന്നു, എല്ലാവരെയും ഒരുമിപ്പിക്കുന്നു. ഓണം സമത്വം, സമാധാനം, സന്തോഷം എന്നിവയുടെ പ്രതീകമാണ്. ഈ ഓണം പൂവത്തൂർ കുടുംബത്തിലുള്ള എല്ലാവർക്കും സന്തോഷവും ഭാഗ്യവും നേരട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം. കളിച്ചിരിയും കുട്ടിക്കുറുമ്പുമായി ഓണം ആശംസിച്ചുകൊണ്ട് ബാംഗ്ലൂരിൽ നിന്നും അരുണും ധ്രുവക്കുട്ടനും. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അടുത്തതായി നമുക്കൊരു ഗാനം ആസ്വദിക്കാം. ഞങ്ങൾ കുട്ടികൾക്ക് കേട്ടാൽ മതി വരാത്ത ഒരു ഗാനം ആലപിക്കുന്നു അരുൺ എന്ന മോനിമാമൻ. ഉണ്ണികളിൽ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാറ്റിലോ, പുൽമേട്ടിലോ പൂങ്കാറ്റിലോ എങ്ങു പിറന്നു പണ്ടിളം മൂളം കൂട്ടിൽ. ഉണ്ണികളിൽ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം. മഞ്ഞും മണിത്തെന്നലും തരും കുഞ്ഞുമ്മ കൈമാറിയും, വേനൽ കുരുന്നിന്റെ തൂവല തൂവാലകൾ തുന്നിയും, പാടാത്ത പാട്ടിന്റെ ഈണങ്ങളെ തേടുന്ന കാറ്റിന്റെ ഓളങ്ങളിൽ, ഉള്ളിന്റെ ഉള്ളിലെ നോവിന്റെ ഒരു നാളിൽ സംഗീതമാണ് പുല്ലാങ്കുഴൽ നാദമാണ്. കുഞ്ഞികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം.
പൊന്നാനികൾ പൂത്തുലഞ്ഞിടും ഏച്ചിൽ പുറം തന്നിലും ആകാശക്കൂടാരക്കീഴിലും ആശാമരച്ചോത്തിലും ഈ പാഴ്മുളം തണ്ടു പൊട്ടും വരെ ഈ വാനമില്ലാതെയാകും വരെ കുഞ്ഞാടുകൾ എന്നും കൂട്ടായിരുന്നിടുമിടയന്റെ മനമാകും നീ പുല്ലാങ്കുഴൽ കുട്ടികളെ ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം. ഏവർക്കും തിരുവോണാശംസകൾ. ഓണക്കാലത്ത് കുട്ടികളുടെ കഴിവുകൾ പുനർജീവിപ്പിക്കുന്നതാണ് ഓണപ്പരിപാടികൾ. നമ്മുടെ കൊച്ചു കലാകാരൻ പാർത്ഥസാരഥി ഇവിടെ നമുക്ക് വേണ്ടി ഒരു കവിത ചൊല്ലുന്നതാണ്. ശ്രീ കടമ്പനിട്ട രാമകൃഷ്ണന്റെ കുറത്തി എന്ന കവിതയുടെ ഏതാനും ഭാഗങ്ങളാണ് പാർത്ഥസാരഥി ഇവിടെ അവതരിപ്പിക്കുന്നത്. കേൾക്കാം കടമ്പനിട്ടയുടെ കുറത്തി. നമസ്കാരം. കടമ്പനിട്ടയുടെ അതിപ്രശസ്തമായ കുറത്തി എന്ന കവിതയുടെ ഏതാനും വരികളാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത്. മലഞ്ചൂരൽ മടയിൽ നിന്നും കുറത്തിയെത്തുന്നു, വിളഞ്ഞ ചൂരപ്പനമ്പ് പോലെ കുറത്തിയെത്തുന്നു. കരിലാഞ്ചിക്കാട്ടിൽ നിന്നും കുറത്തിയെത്തുന്നു, കരിലാഞ്ചി വള്ളി പോലെ കുറത്തിയെത്തുന്നു. ചേറ്റുപാടക്കരയിൽ ഈറ പൊളിയിൽ നിന്നും കുറത്തിയെത്തുന്നു, ഈറ ചീന്തിയെറിഞ്ഞ കരി പോൽ കുറത്തിയെത്തുന്നു. വേട്ടനായ്ക്കട പള്ളിൽ നിന്നും വിണ്ടു കീറിയ നെഞ്ചുമായി കുറത്തിയെത്തുന്നു, മല കലങ്ങി വരുന്ന നദി പോൽ കുറത്തിയെത്തുന്നു. മൂടുപൊട്ടിയ മൺകുടത്തിൽ മുറിവിൽ നിന്നും മുറിവുമായി എത്തുന്നു, വെന്ത മണ്ണിൻ വീറുപോലെ കുറത്തിയെത്തുന്നു. ഉളിയുളക്കിയ കാട്ടുകല്ലിൽ കണ്ണിൽ നിന്നും കുറത്തിയെത്തുന്നു, കാട്ടുതീയാൽ പടർന്ന പൊരി പോൽ കുറത്തിയെത്തുന്നു. കുറത്തിയാട്ടത്തറയിലെഴുതി കുറത്തി നിൽക്കുന്നു, കരിനാഗകളമേറി കുറത്തി തുള്ളുന്നു. കരിങ്കണ്ണിൻ കടച്ചുകൊന്ന് കരിഞ്ചാലൽ കെട്ടഴിഞ്ഞ് കാരിരുമ്പിനുടൽ വിറച്ചു കുറത്തിയുറയുന്നു. അരങ്ങത്തു മുന്നിരെ മുറുക്കി തുപ്പിയും ചുമ്മാ ചിരിച്ചുകൊണ്ട് ഇടാം കണ്ണ് കുറത്തിയെ കടാക്ഷിക്കും കരനാഥന്മാർക്കു നേരെ വിരൽ ചൂണ്ടി പറയുന്നു, നിങ്ങളെന്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നു, നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചുയന്നെടുക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ കുയിമാടം കുളം തോണ്ടുന്നു, നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്, നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. നന്ദി. നമസ്കാരം. പൂവത്തൂർ കുടുംബത്തിലെ എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഓണം ആശംസിക്കുന്നു. ഓണമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നിറങ്ങളും പൂക്കളും രുചികളും ഒക്കെയാണ്. ഇന്ന് ഒരു വേറിട്ട ഓണാശംസകളുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നു കുട്ടിപ്പാപ്പ എന്ന വിളിപ്പേരുള്ള രാജലക്ഷ്മി ബാബു. ചെങ്ക ചെറുതുമ്പിയായി തേനുണ്ണുവ
ഇനി ആയിരത്തിരി കൊളുത്താം ഇനിയുമീ കഥകളിൽ ഇളവേൽക്കാൻ മോഹം ശ്രീരാഗമോ തേടും നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു ഈ നമ്മളിൽ നിൻ. പൂവത്തൂർ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇനി നമുക്ക് സൂരജേട്ടൻ്റെയും ശ്രീകുട്ടി ചേച്ചിയുടെയും പുതിയ വീട്ടിലെ കാഴ്ചകൾ കാണാം. ഏവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം.
सूर्यकोटि समप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा। वक्रतुण्ड महाकाय सूर्यकोटि समप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा। ഓർമ്മപ്പെടുത്തി ഒരു ഗാനവുമായി എത്തുന്നു നമ്മുടെ സ്വന്തം അരവിന്ദനക്കുട്ടി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൽ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേർന്നു. ഹാപ്പി ഓണം. കുട്ടികളുടെ കലാപരിപാടി ഏതൊരു ആഘോഷത്തിനും നിറമേകുന്നു. പൂവത്തൂർ കുടുംബത്തിന്റെ ജൂനിയർ മോസ്റ്റ് കലാകാരന്മാരായ അയാന്റെയും അൻഷിയുടെയും ഒരു അടിപൊളി പെർഫോമൻസ് നമുക്കിനി ആസ്വദിക്കാം.
പാട്ടുകൾ കേൾക്കാനും ആസ്വദിക്കാനും എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്. എന്നാൽ അത് ആലപിക്കുക എന്നുള്ളത് തികച്ചും ദൈവാനുഗ്രഹവും കഠിനാധ്വാനം കൈമുതലായവർക്കേ സാധിക്കുകയുള്ളൂ. ഓണക്കാലത്ത് ഏതൊരു കേരളീയനെയും ത്രസിപ്പിക്കുന്ന ഒരു ഗാനവുമായി എത്തുന്നു നമ്മുടെ സ്വന്തം പ്രദീപേട്ടൻ. നാലുമണിപ്പൂവേ നാലുമണിപ്പൂവേ നാടുണർന്നു മലക്കാടുണർന്നു. നാലുമണിപ്പൂവേ നീ ഉണരില്ലേ? നാലുമണിപ്പൂവേ നാലുമണിപ്പൂവേ നാടുണർന്നു മലക്കാടുണർന്നു. നാലുമണിപ്പൂവേ നീ ഉണരില്ലേ? നാലുമണിപ്പൂവേ നാലുമണിപ്പൂവേ. നീലവാനമേഴു നീല പന്തലിട്ടു താലി കെട്ടാൻ മണവാളൻ പുറപ്പെട്ടു. നീലവാനമേഴു നീല പന്തലിട്ടു താലി കെട്ടാൻ മണവാളൻ പുറപ്പെട്ടു. നിന്നിരികൾ തുറന്നില്ല, നീ ഒരുങ്ങി ചമഞ്ഞില്ല, നീ മാത്രം ഉണർന്നില്ല. നിന്നിരികൾ തുറന്നില്ല, നീ ഒരുങ്ങി ചമഞ്ഞില്ല, നീ മാത്രം ഉണർന്നില്ല. നാലുമണിപ്പൂവേ നാലുമണിപ്പൂവേ നാടുണർന്നു മലക്കാടുണർന്നു. നാലുമണിപ്പൂവേ നീ ഉണരില്ലേ? നാലുമണിപ്പൂവേ നാലുമണിപ്പൂവേ നാടുണർന്നു മലക്കാടുണർന്നു. നാലുമണിപ്പൂവേ നീ ഉണരില്ലേ? നാലുമണിപ്പൂവേ നാലുമണിപ്പൂവേ. നീ പകൽക്കിനാവു കാണുന്നതാരെയാണ്? നീ തപസ്സു ചെയ്യുവതാരെയാരെയാണ്? നീ പകൽക്കിനാവു കാണുവതാരെയാണ്? നീ തപസ്സു ചെയ്യുവതാരെയാരെയാണ്? നീ പിണങ്ങി നിൽക്കയാണോ? നാണമാർന്നു നിൽക്കയാണോ? നീ ആരും മീട്ടാത്ത വീണയാണോ? നീ പിണങ്ങി നിൽക്കയാണോ? നാണമാർന്നു നിൽക്കയാണോ? നീ ആരും മീട്ടാത്ത വീണയാണോ? നാലുമണിപ്പൂവേ നാലുമണിപ്പൂവേ നാടുണർന്നു മലക്കാടുണർന്നു. നാലുമണിപ്പൂവേ നീ ഉണരില്ലേ? നാലുമണിപ്പൂവേ നാലുമണിപ്പൂവേ നാടുണർന്നു മലക്കാടുണർന്നു. നാലുമണിപ്പൂവേ നീ ഉണരില്ലേ? നാലുമണിപ്പൂവേ 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 നാലുമണിപ്പൂവേ. ഇനി നമ്മുടെ കുഞ്ഞുമാവേലി ഈ വർഷത്തെ ഓണഭാഗ്യശാലിയെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം മാവേലിയുടെ ഒരു തകർപ്പൻ ഡാൻസ് പെർഫോമൻസോടുകൂടി ഈ വർഷത്തെ ഓണാഘോഷം ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. നന്ദി. നാടൻ പുഞ്ചയിലെതിത്തേതകതേതേതോ കൊച്ചു പെണ്ണെ കുയിലാലെതിത്താരേത് കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം